കേരളത്തിലെ ഈ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാലേ താഴെ ലെവലിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്നവരാണല്ലോ ഇവിടെ നേതാക്കന്മാരായിട്ടുള്ളത്. അല്ലാതെ ജീവിതത്തിന്റെ നല്ല കാലത്ത് യുവനിലെ ഭാരിച്ച ശമ്പളം വാങ്ങുന്ന ഉദ്യോഗം ഭരിച്ചതിന് ശേഷം ഇവിടെ വന്ന് ജനങ്ങളെ അങ്ങ് സേവിക്കാം, ബാക്കിയുള്ള സമയം മുഴുവൻ സേവിച്ചേക്കാം എന്ന് വിചാരിച്ചാല് കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. അതിനുശേഷം ഈ സിന്ദൂർ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇന്ത്യ നമ്മുടെ മോദി മുൻകൈയെടുത്ത് വിവിധ രാജ്യങ്ങളിലെ വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികളെ ഒരു ഡെലിഗേഷനെ അയച്ചു. അതിലെ പ്രതിപക്ഷ അംഗങ്ങളും ഉണ്ടായിരുന്നു. അതിൽ കോൺഗ്രസിൽ നിന്നും മോദി തെരഞ്ഞെടുത്തത് ശശി തരൂരിനെയാണ്. പക്ഷെ കോൺഗ്രസ് നിർദ്ദേശിച്ച വേറെ ചില ആളുകളെയാണ്. പക്ഷെ അതല്ല മോദി സ്വീകരിച്ചത്. അദ്ദേഹം ശശി തരൂരിനെ അമേരിക്കയും മറ്റും സന്ദർശിച്ച ഡെലിഗേഷന്റെ ചീഫായി തെരഞ്ഞെടുത്തു. അവരവിടെയൊക്കെ പോയി കേട്ടോ. അവിടുത്തെ രാജ്യത്തെ ചില ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ സംസാരിച്ചു. സിന്ദൂറിന് ശേഷം അവർക്ക് ഇന്ത്യയോടുണ്ടായ മനോഭാവത്തിൽ നമുക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന കാര്യം നമുക്കാർക്കും അറിയത്തില്ല. എന്തായാലും അതോടെ നമ്മുടെ തരൂർജി BJP-യുമായിട്ട് അങ്ങ് വല്ലാതെ അടുക്കാൻ തുടങ്ങി. നേരത്തെ തന്നെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വെടികൾ അങ്ങനെ പൊട്ടിക്കും, ഓരോ പ്രസ്താവനകൾ, കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കാവുന്ന ഓരോരോ പ്രഖ്യാപനങ്ങൾ, അതങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഞാനങ്ങനെ ഒരു പൂർണ്ണ കോൺഗ്രസ്സുകാരനൊന്നുമല്ല, ഞാൻ അവൈലബിൾ ആണ് എന്നൊരു തോന്നൽ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. അതിനെ തുടർന്നാണ് വിദേശ ഡെലിഗേഷനിലേക്ക് മോദി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ അതിനുശേഷം അടുപ്പം കുറച്ചുകൂടെ അങ്ങോട്ട് വർദ്ധിച്ചു. ഒരു അന്തർധാര അല്പം കൂടുതലായി.